മൂസ സമൂസന്റെ സ്പ്രിംഗ് റോൾ ഷീറ്റാണിത്. ഈ ഷീറ്റും അതുപോലെ തന്നെ നമ്മുടെ ക്രാബ് സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുള്ള ഒരു റോളാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വാ പോയി നോക്കാം. ക്രാബിന്റെ സ്റ്റിക്സ് ഇതുപോലെയാണ് വരിക. അതിന്റെ ടോപ്പിലുള്ള കോട്ടിംഗ് കണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പമ്പരം കറക്കുന്ന പോലെ ഉണ്ടല്ലോ, അത് കൈൻ്റെ ഉള്ളനടിയിൽ വെച്ച് ജസ്റ്റ് ഇങ്ങനെ രണ്ട് തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതേപോലെ ഇങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് വരും കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് വെറൈറ്റി ഓഫ് സാൻഡ്വിച്ചസ്, സലാഡുകൾ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ്, 2 തരം ക്യാപ്സിക്കോ, പിന്നെ അതുപോലെ തന്നെ ക്യാബേജ്, സവാള ഫ്രൈ പാനിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. റോസ്റ്റ് ചെയ്യാം. ഗാർലിക് ഇട്ടപ്പോൾ കുറച്ച് ഓയിലും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, ബ്ലാക്ക് പെപ്പർ, പിന്നെ നമ്മൾ സോയാ സോസ് ഉണ്ടല്ലോ അതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. ക്രാബ്, ഇത് മൂസ സമൂസന്റെ ക്രാബ് റോള്, ചിക്കൻ റോളിനൊക്കെ ഉള്ള സീറ്റാണ്. ഇത് നമ്മളെ പുതിയ പ്രൊഡക്റ്റാണ്. 8x8 8 ഇഞ്ച് നീളവും വീതിയുമുള്ള ഷീറ്റ് നിവർത്തി അതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കിയുള്ള മസാല ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും ഇതുപോലെ മടക്കി ഇനി നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട് റോൾ ചെയ്തിട്ട് അവസാനം കുറച്ച് മൈദപ്പൊടിയുടെ പശയും കൂടി വെച്ചാണ്ട് ഒട്ടിച്ച് കഴിഞ്ഞാണ്ടല്ല നമ്മുടെ ക്രാബിൻ്റെ റോൾ ഇവിടെ റെഡിയായി. അങ്ങനെ വളരെ എളുപ്പത്തിൽ ക്രാബ് സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ 8x8 ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മൂസ സമൂസയുടെ ഡിസ്ട്രിബ്യൂഷൻ, ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റുകളൊക്കെ സംഭവം കിട്ടും. ഫ്രാഞ്ചൈസി നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.